പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നത്തെ ISL മത്സരത്തിൽ ചെന്നൈയും അതുപോലെ തന്നെ ഒഡീഷയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു നടന്നത്. എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിലാണ് ഇന്നത്തെ മത്സരം അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് വിട്ട രാഹുൽ KPയുടെ ആദ്യത്തെ ഒഡീഷ ജേഴ്സിയിലുള്ള മത്സരമായിരുന്നു ഇന്ന്. അതായത് ഇന്ന് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഒഡീഷ ജേഴ്സിയിൽ. എന്നാൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഗോൾ കുറിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൂടാതെ അദ്ദേഹത്തിന്റെ ഗോൾ വന്നത് മത്സരം തീരാൻ 1 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ്. എന്നാൽ ആ ഗോളിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ ഗോളാണോ അതോ ചെന്നൈയുടെ ഗോൾ കീപ്പറായ മുഹമ്മദ് നവാസിന്റെ ഓൺ ഗോളാണോ എന്നുള്ളൊരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നത്തെ മത്സരം കഴിഞ്ഞപ്പോൾ TV-യിൽ മത്സരം കണ്ട എല്ലാവർക്കും അറിയാം ആ ഗോൾ രാഹുൽ KPയുടെ ഗോളായിട്ടാണ് അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരം കഴിഞ്ഞതിന് ശേഷം അതായത് 98-ാം മിനിറ്റിൽ രാഹുൽ KP നേടിയതാണ് ഒഡീഷയുടെ രണ്ടാം ഗോൾ എന്നാണ് TV-യിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തുവിട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അവർ പങ്കുവയ്ക്കുന്നത് ഒഡീഷയുടെ രണ്ടാമത്തെ ഗോൾ വന്നത് മുഹമ്മദ് നവാസിൻ്റെ ഓൺ ഗോൾ ആണെന്നാണ്. കൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് രാഹുൽ KPയുടെ ഗോളായി തന്നെ കുറിക്കുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പോസ്റ്റിൽ അത് മുഹമ്മദ് നവാസിൻ്റെ ഓൺ ഗോൾ ആയതുകൊണ്ട് തന്നെ രാഹുൽ KPയുടെ ഗോളായി കുറിക്കാൻ സാധ്യതകൾ നിലവിൽ കാണുന്നില്ല. എന്തായാലും അദ്ദേഹം കാരണമാണ് ഒരു ഗോൾ കയറിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആ ഗോൾ കുറിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോൾ കുറിക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന് അതിയായ സന്തോഷമുണ്ടാവും. എന്തായാലും അദ്ദേഹം മത്സരത്തിന് ശേഷം ചില കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിലേക്കൊക്കെ കടക്കാം. അത് നമ്മുടെ വീഡിയോയുമായി ചെയ്യുകയും ചെയ്യാം. എന്തായാലും ഇപ്പോൾ രാഹുൽ KP ഇപ്പോൾ ഒഡീഷയ്ക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു ഗോൾ കുറിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഗോൾ കുറിക്കാൻ വഴിയൊരുക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.